പ്രമിളലത, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സേന അഭ്യാസം തുടങ്ങി, സൈനിക അഭ്യാസം. പാക്കികൾ ഞെട്ടി വിറച്ചു എന്നാണ് കേൾക്കുന്നത്, ശരിയാണോ? അതായത് ഇന്ത്യയുടെ വ്യോമസേന അവരുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നിരന്തരം സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ പതിവിലും വ്യത്യസ്തമായിട്ട് വലിയ രീതിയിലുള്ള ഒരു സൈനിക അഭ്യാസമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് രാജസ്ഥാനിലെ ഈ മരുഭൂമിയിൽ, അല്ലെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് ഒരു യുദ്ധ ഒരുക്കങ്ങൾ നടക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് ഈ വ്യോമാഭ്യാസം നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ 2-3 കമാൻഡുകളുടെ സൈനിക കമാൻഡുകളിൽ നിന്നുള്ള വ്യോമസേനാ വിമാനങ്ങളായിരിക്കും ഇതിൽ പങ്കെടുക്കുക. പ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളായ നമ്മുടെ റഫേൽ ഉണ്ടാകും, അതേപോലെ തന്നെ മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഈ സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമാകും. അതുമാത്രമല്ല, നമ്മൾ വിമാനങ്ങൾ മാത്രമല്ല, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, അതായത് ശത്രു വിമാനങ്ങളോ ശത്രു റോക്കറ്റുകളോ ഡ്രോണുകളോ വന്നാൽ അതിനെ നേരിടാൻ പര്യാപ്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ഇതിനനുബന്ധമായ സജ്ജീകരണങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ. ഒരു യുദ്ധമുണ്ടായാൽ താഴെ ആശുപത്രികളടക്കം സജ്ജീകരിക്കേണ്ട സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു സൈനിക പരിശീലന പരിപാടി അല്ലെങ്കിൽ സൈനിക അഭ്യാസം നിശ്ചയിച്ചത്. വരുന്ന 23 മുതൽ 25 വരെയാണ് തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് രാജസ്ഥാനിൽ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ സൈനിക അഭ്യാസം നടക്കുന്നതെന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ബാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള മേഖലയിലാണ് ഈ സൈനിക അഭ്യാസം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ വൻ സന്നാഹത്തോടെ നടക്കുന്ന സൈനിക അഭ്യാസം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. അതിനുശേഷവും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതായിട്ടുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ വരുന്നു. അതായത് ഇന്ത്യക്കെതിരെ സായുധ സംഘങ്ങളെ ഇളക്കി വിടുന്ന തരത്തിൽ ഇപ്പോൾ പാക് അധീന കാശ്മീരിലടക്കം വലിയ രീതിയിൽ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെയുള്ള ആയുധബലം കൂട്ടുന്നു എന്ന തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ നമുക്ക് വരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു പ്രതികാര നടപടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഇന്ത്യ അനുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചാണ് ഇപ്പോൾ സൈനിക സംഘങ്ങളെ, അതായത് ഇതിപ്പോൾ വ്യോമസേനയുടെ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. വ്യോമസേന മാത്രമല്ല, ആർമിയും, അതായത് നമ്മുടെ കരസേനയും, നേരത്തെ നമ്മൾ ലഡാക്കിൽ കൊണ്ടുപോയി നമ്മുടെ ആകാശ് മിസൈലൊക്കെ പരീക്ഷിച്ചിരുന്നു, അത് കരസേനയുടെ ഭാഗമാണ്. അപ്പോൾ 2 സേനയും, അതായത് നമ്മുടെ പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ 2 സേനയുമാണ് പങ്കെടുത്തിരുന്നത്. അതായത് വ്യോമസേനയും നമ്മുടെ ആർമിയും കരസേനയുമാണ് പങ്കെടുത്തത്. നാവികസേന തൽക്കാലം കാഴ്ചക്കാരായിട്ട് നിൽക്കുകയായിരുന്നു, അവരിടപെട്ടില്ല, അവർ സജ്ജമായി നിൽക്കുകയായിരുന്നു. പക്ഷേ അവരും നേവിയുടെയും ആയുധബലം നമ്മൾ കൂട്ടുന്നുണ്ട്. നമ്മൾ പുതിയ അന്തർവാഹിനികളൊക്കെ നേവിയുടെ ഭാഗമാക്കുന്നുണ്ട്, പുതിയ യുദ്ധക്കപ്പലുകൾ നേവിയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വ്യോമസേന ഉദ്ദേശിക്കുന്നത് ഒരു തയ്യാറെടുപ്പാണ്. തയ്യാറെടുപ്പിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാന് കൃത്യമായ സന്ദേശവുമാണ്. കാരണം പുതിയ യുദ്ധമുഖം എന്ന് പറയുന്നത് ആകാശമാർഗമായിരിക്കും. അപ്പോൾ ഇന്ത്യ ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നതെന്നുള്ള സന്ദേശം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ രാജസ്ഥാനിൽ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് അതും ശ്രദ്ധേയമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ ഏറ്റവും അധികം പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം ഉണ്ടായത് ഈ രാജസ്ഥാൻ മേഖല, രാജസ്ഥാൻ അതിർത്തിയോട് ആ ഒരു പ്രദേശത്താണ് ഏറ്റവും വലിയ സംഘർഷമുണ്ടായത്. ഏതാണ്ട് 413 ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഈ രാജസ്ഥാൻ മേഖലയിലോട്ട് അയച്ചത്. ഡ്രോണുകൾ മാത്രമല്ല, മിസൈലുകളും വന്നിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ബാർമർ, ജയ്സാൽമീർ, ബിക്കാനീർ, ശ്രീ ഗംഗാനഗർ ഇത്ര സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ടായി, പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായി, നമ്മളതിനെ പ്രതിരോധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യോമസേനയുടെ വൻ സന്നാഹം ഒരുങ്ങുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു NOTAM എന്നുള്ളതാണ്, അത് വ്യോമസേന ഇറക്കിക്കഴിഞ്ഞു. അതായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സൈനിക നടപടി ഇവിടെ ഉണ്ടാകും, സൈനിക അഭ്യാസം ഉണ്ടാകും. അതുകൊണ്ട് ആ മേഖലയിലേക്ക് സിവിലിയൻ വിമാനങ്ങൾ വരാൻ പാടില്ല, ആ വ്യോമ മേഖലയിൽ മറ്റ് കക്ഷികളൊന്നും ഉണ്ടാകാൻ പാടില്ല, അത് അപകടം കാരണമായേക്കും, ഒരു മുന്നറിയിപ്പ് അത് മാത്രമല്ല, ഇത് ഈ സൈനിക സംഘങ്ങളുണ്ടല്ലോ, നമ്മുടെ സേനയിലെ വലിയ ഓരോ റെജിമെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ,
അവർക്കും ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവരും തയ്യാറെടുത്ത് വരുന്നു. ഏതായാലും 23 മുതൽ 25 വരെയുള്ള സമയം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ശക്തി പ്രകടനമാകാൻ എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയിൽ പങ്കെടുത്ത സൈനിക വിമാനങ്ങളെല്ലാം ഇതിൽ അണിനിരക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഒരു പക്ഷേ ഈ സൈനിക വിമാനങ്ങൾ പുതിയ ആയുധങ്ങളുടെ പരീക്ഷണവും അതുമാത്രമല്ല ഒരു ഈ വിമാനങ്ങൾ പരിശീലന പറക്കൽ നടത്തുമ്പോൾ ഈ നേർക്ക് നേർ യുദ്ധം എങ്ങനെ ഉണ്ടാകുന്നു അതിന് സമാനമായ രീതിയിലായിരിക്കും പരിശീലന പറക്കൽ നടത്തുക. അപ്പോൾ അത്തരത്തിൽ ഒരു പക്ഷേ വളരെ കൗതുകകരമായ കാഴ്ചകൾക്കും ഈ സൈനിക അഭ്യാസം വേദിയാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം സൈനിക അഭ്യാസങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരു സംശയം ഉണ്ടാകും. നമ്മൾ ഇനി വീണ്ടും എന്തെങ്കിലും ആക്രമണങ്ങൾക്ക് മുൻകരുതലായി അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതാണോ എന്നൊക്കെയുള്ളത്. അത്തരം പാകിസ്ഥാനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇന്ത്യ സൈനിക അഭ്യാസം നടത്തുന്നതിന് പാകിസ്ഥാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ നിൽക്കുന്ന ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായി ഇന്ത്യ എന്ത് കാണിച്ചാലും അത് പാകിസ്ഥാൻ വിചാരിക്കും പാകിസ്ഥാനിട്ട് അടിക്കാനായിരിക്കുമെന്ന്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തൽക്കാലം ഒന്ന് അടങ്ങി നിന്ന പാകിസ്ഥാൻ പതുക്കെ ചൊറിയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതനുസരിച്ച് ഇന്ത്യ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാക് അധീന കാശ്മീരിൻ്റെ ആ മേഖലയിലേക്ക് ഇന്ത്യ സൈനിക ബലം കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ചൈന അതിർത്തിയിലും ഇന്ത്യ വലിയൊരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ചൈനയും ആയിട്ടും നമ്മൾ അത്ര സുഖകരമായ ഒരു സംഗതിയല്ല. ബംഗ്ലാദേശ് അതിർത്തിയിലും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ നമ്മൾ വലിയ രീതിയിലുള്ള അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സൈനിക സന്നാഹം ഇപ്പോൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഈ ഒരു സൈനിക അഭ്യാസം, ഒരു വ്യോമസേനയുടെ സൈനിക അഭ്യാസവും നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പാകിസ്ഥാൻ അതിനുള്ളൊരു കൃത്യമായ സന്ദേശമാണ് കൊടുക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ ആകാശ് മിസൈൽ, അതായത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സംഗതിയാണ് ആകാശ് മിസൈൽ. ഈ ആകാശ് മിസൈൽ ലഡാക്കിൽ കൊണ്ടുപോയി പരീക്ഷിക്കുക, അതായത് ആകാശ് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ സന്ദേശം പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ആയുധബലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരസേനയ്ക്ക് പുതിയ തോക്കുകൾ നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ അഗ്നി മിസൈൽ നമ്മൾ പരിഷ്കരിച്ച് പുതിയ പതിപ്പ് ഇറക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ പുതിയ കരാറുകൾ, അതായത് ഇസ്രയേലിൽ നിന്നും റഷ്യയിൽ നിന്നും പുതിയ ആയുധങ്ങൾ എത്തിക്കുന്നത് സംബന്ധിച്ച് കരാറുകളിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് ഇന്ത്യ കടക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരെ ഏറ്റവും വലിയ അലട്ടുന്ന ഇപ്പോഴത്തെ പ്രശ്നം, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി അവർക്ക് വലിയ രീതിയിലുള്ള ആയുധ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നിട്ടുണ്ട്. അവരുടെ ചൈനീസ് നിർമ്മിത മിസൈലുകൾ അടക്കമാണ് അവർ ഉപയോഗിച്ചത്. അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തും അതായത് നേരിട്ടൊരു സൈനിക ഇടപെടലിനെ മുതിരാതെ അവരുടെ പ്രോക്സി സംഘടനകളുണ്ട്, അതായത് ഭീകരവാദ സംഘടനകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള സകല പ്രോത്സാഹനവും കൊടുക്കുക എന്നുള്ളൊരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാക് അധീന കാശ്മീരിലടക്കം അത്തരത്തിൽ ചില ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇനിയും നമുക്കിട്ട് ചൊറിയാൻ വന്നാൽ മറുപടി ഇതായിരിക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ ഉണ്ടായാൽ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് കാണുമെന്ന് നമ്മൾ നിലപാടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ സൈനിക സന്നാഹം ഒരുക്കുന്നത്. ഇനിയും പാകിസ്ഥാൻ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് മോദി നേരത്തെ പറഞ്ഞതാണ്. അത് നടപ്പാകുന്നത് തന്നെ ചെയ്യും.